CP ജോൺ സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. അത് അങ്ങേയറ്റം അപരാധമായി പോയി. നമസ്കാരം. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ എന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾ മലയാളികളെക്കുറിച്ച് എപ്പോഴും വലിയ പ്രബുദ്ധമാണ്, 100% എല്ലാത്തിനും ഒന്നാമതാണ്, 100% ലിറ്ററസി, ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തലുകളൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നല്ല ഒന്നാം തരം വഴക്കാളി സമൂഹമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കുടുംബ സംവിധാനം തന്നെ ഏതാണ്ട് 90%-ലേറെ പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഒരു വീട്ടിൽ 2 പേർക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല. അത് ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരങ്ങളാകാം, മക്കളാവാം, രക്ഷകർത്താക്കളാവാം. അപ്പോൾ ഈ രീതിയിലേക്ക് ഈ കേരള സമൂഹം മാറിയതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന നടത്തി. അതായത് പ്രിയദർശിനി സൗജന്യ യാത്ര സംബന്ധിച്ചിട്ടാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവന 3 രീതിയിലാകാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയാകാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഗതികേട് കൊണ്ടാകാം. മൂന്നാമത്, ബോധപൂർവം അദ്ദേഹം സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന് വയ്ക്കാം. ഇത് ഏതുമായിക്കൊള്ളട്ടെ, നമ്മളതിനെ ഒരു വ്യക്തി നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് സ്വീകാര്യമല്ലാത്തൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെ എതിർക്കുകയും അതങ്ങനെയല്ല എന്ന് പറയുകയും, നിങ്ങൾ ഇന്നതാണ് ചെയ്തത്, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് തർക്കത്തിലേർപ്പെടുകയും, ഇത് 2 പേരും തമ്മിലുള്ള തർക്കം കുറച്ച് കഴിയുമ്പോൾ മോശപ്പെട്ട തെരുവിളികളിലേക്കും, ചിലപ്പോൾ വീടിനകത്താണെങ്കിൽ എടുത്തെറിയലുകളിലേക്കും, മറ്റു ചില സന്ദർഭങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ പരസ്പരം കൈവയ്ക്കുന്ന അവസ്ഥയിലേക്കും ഒക്കെ എത്തുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കാണാറുണ്ട്. അതായത് 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഇതൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളാണ്. ഈ കൊച്ചു കേരളത്തിൽ 1-2 വർഷത്തിനകം നടന്ന സംഭവങ്ങളാണ്. ആ കുഞ്ഞിനെ തറയിൽ വലിച്ചടിച്ച് കൊന്നു കളഞ്ഞു. അമ്മ മകനെ ചിരവയെടുത്തിട്ട് തലക്കടിച്ചു കൊന്നു. മകൻ അമ്മയെ കൊല്ലുന്നു. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഒരച്ഛൻ മകനും കുടുംബവും കൂടെ ഉറങ്ങിക്കിടന്നപ്പോൾ പാലക്കാട്, ഏതാണ്ട് എനിക്ക് 2 വർഷമായില്ലെന്ന് തോന്നുന്നു, ആ മുറിക്കകത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് അവർ ആ കുടുംബത്തിനെ ഒന്നാകെ തീയിട്ട് കൊന്നു കളഞ്ഞു. ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യമാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് സ്വീകാര്യമല്ലാത്തൊരു സംഗതി ആ പറയുന്ന വ്യക്തി നമുക്ക് സ്വീകാര്യമല്ലാതാവുന്നു. അതോടുകൂടി നമ്മൾ ആ വ്യക്തി പറഞ്ഞത് നമുക്ക് വേദനയായി മാറും. ആ വേദനയിൽ നിന്ന് നമ്മൾ പുറത്തു ചാടാൻ വേണ്ടിയിട്ട് തിരിച്ച് വേദനിപ്പിച്ചാൽ മതി എന്നുള്ളൊരൊറ്റ പരിഹാരമാണ് മലയാളിയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം അതുപോലെ വേദനിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് ഒരുപാട് വഴിയങ്ങോട്ട് ചാരി അന്നതുകൊണ്ടാണ് സംഭവിച്ചത്. അതായത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കുറ്റമാണെങ്കിൽ പോലും അത് മറ്റേയാളുടെ കുറ്റമാക്കി ധരിപ്പിച്ച് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം. അതിനിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ അതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് സമൂഹമായിട്ട് ഇപ്പോൾ കേരളം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പല ബന്ധങ്ങളും ശിഥിലമാകാനും ഉള്ള കാരണവും ഇതുപോലുള്ള പല കുറ്റകൃത്യങ്ങളുടെയും കാരണം അതാണ്. ഏതാണ്ട് അതിൻ്റെ അതേ രീതിശാസ്ത്രമാണ്, അതേ രീതിയാണ് ഈ CP ജോണിൻ്റെ പ്രസ്താവന വന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അതേപോലെ തന്നെ അല്ലാതുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും, മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും, വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് CP ജോൺ സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. അത് അങ്ങേയറ്റം അപരാധമായി പോയി. അത് അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയായാലും അല്ലാതെ ആയാലും അവരെ ഉടനെ രാഷ്ട്രീയമായിട്ട് കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാടമ്പിത്തരമാണെന്ന് ചിലർ പറയുന്നു. ഇത് സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനയാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഒടുവിൽ CP ജോൺ തനിക്ക് ചില അബദ്ധങ്ങൾ പറ്റി എന്ന ഒരു കുറ്റബോധത്തിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അദ്ദേഹം ചില വിശദീകരണമായിട്ട് വരുന്നു. ആ വിശദീകരണം യഥാർത്ഥത്തിൽ അത് ഒരു പ്രതിരോധമോ ഒന്നുമായിരുന്നില്ലെങ്കിലും ആ പറഞ്ഞു പോയതിൽ ഒരു അബദ്ധം പറ്റിപ്പോയെന്നുള്ളൊരു ഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു, ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് വിഷയം പോവുകയും ചെയ്യുന്നു, നമ്മളുടെ അടുത്ത് നിന്ന് പോകുന്നു. അപ്പം നമ്മൾ ഈ ഒരേ രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. നമുക്ക് സ്വീകാര്യമല്ലാത്തതാണെങ്കിൽ തള്ളിക്കളയുക, വ്യക്തികളെ തള്ളിക്കളയുക. ഒരു വ്യക്തി നമ്മളെ അസ്വീകാര്യനായിട്ടോ തള്ളിക്കളയുന്നു വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത് ഇഷ്ടപ്പെടുന്ന പ്രക്രിയയല്ല. ഇത് തന്നെയാണ് ഈ വീടുകളിൽ നടക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളയുന്നു, ഒടുവിൽ സംഘർഷം, സംഘടന. അപ്പൊ ഈ ഒരു ഒറ്റ രീതി അല്ലാതെ എന്തുകൊണ്ട് നമുക്കിതിനെ എന്തെല്ലാം മറിച്ച് പല രീതിയിൽ ഇതിനെ കണ്ടുകൂടാം. ഉദാഹരണത്തിന് CP ജോൺ
പറഞ്ഞിരിക്കുന്ന ആ വാചകം ഏതാണ്ട് ഇതേ രീതിയിലാണ്. കുടുംബിനികളുടെ കൈവശം പണമില്ലാത്തത് കൊണ്ടാണ് പലരും പ്രിയദർശിനിയെ ആശ്രയിക്കുന്നത്. സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഒരു സാർവലൗകികമായ സാർവദേശീയമായ കാലാതീതമായ ഒരു ചോദ്യമാണ് അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്കാണ് വിടുന്നത്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. ഇതിനകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം അത് CP ജോണിൻ്റെത് സ്ത്രീകളെ അപമാനിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ ആയിക്കോട്ടെ. എങ്കിൽ പോലും ആ അപമാനം എന്ന് പറയുമ്പോൾ നമുക്ക് വേദനിക്കുമ്പോഴല്ല, നമ്മളുടെ ഒരു സത്വം മുറിയുമ്പോഴാണല്ലോ ഈ അപമാനം വരുന്നത്. അതിനൊന്ന് ലേശം മാറ്റി വെച്ചിട്ടൊന്ന് നോക്കുക. സ്ത്രീകളുടെ അവസ്ഥ എടുത്ത് കാണിക്കുന്നില്ലേ? സ്ത്രീകളാണ് കുടുംബത്തെ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ ഭാരമായി മാറിയിരിക്കുന്നു കുടുംബത്തെ ഓടിക്കാൻ. കുട്ടികളുടെ വിദ്യാഭ്യാസം സ്ത്രീകളുടെ ഭാരമാകുന്നു. അതേപോലെ വീട്ടിലുള്ളവരുടെ മറ്റുള്ളവരുടെ അച്ഛനായാലും കുട്ടികളാണെങ്കിലും അവൻ്റെ ബന്ധുക്കളാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അതും സ്ത്രീകളുടെ ഉത്തരവാദിത്വമാകുന്നു. അങ്ങനെ കുടുംബഭാരം മുഴുവൻ സ്ത്രീകളുടെ തലയിലേക്ക് വരുന്നു. ഇത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ആലോചിക്കേണ്ട വിഷയമല്ലേ? പിന്നെ മറ്റൊന്ന്, CP ജോൺ പറഞ്ഞത് ശരിയല്ലേ? സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാക്കുക പ്രയാസമാണ്, വിശേഷിച്ചും ആണുങ്ങൾക്ക്. സ്ത്രീകൾക്ക് അത് പെട്ടെന്ന് പറ്റിയെന്നിരിക്കും. സ്ത്രീകൾക്ക് ആണുങ്ങളെയും മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ആണുങ്ങൾക്ക് സ്ത്രീകളെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് അതൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നത്? ഇത് വളരെ അധികം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച്, പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസ്യകരമായ ഒരു നടപടിയാണ് ഈ പ്രിയദർശിനി ബസ്സിലെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൊച്ചിയിലിരുന്നാണ്. ഇപ്പോൾ പല കടകളിലും ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു കേരളത്തിലെ എല്ലായിടത്തും ഏജൻസികളൊക്കെ ഉള്ള ഒരു ആയുർവേദ ശാലയുടെ ഒരു ഔട്ട്ലെറ്റിൽ ഒരു മരുന്ന് വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ ഇരുന്ന പെൺകുട്ടിയോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ കുട്ടി കൊച്ചി നഗരത്തിലാണ് ഈ കടയുള്ളത്. അപ്പോൾ ആ കുട്ടി പറയുന്നത് മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. അത് എത്ര നാളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല. അപ്പോൾ സംഗതി മനസ്സിലായി. കാരണം മുളന്തുരുത്തിയിൽ നിന്ന് ഈ കൊച്ചി നഗരത്തിൽ വന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, ജോലി ചെയ്തിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 100 റുപ്യ അല്ലെങ്കിൽ അതിന് മേൽ വണ്ടിക്കൂലി ചെലവഴിച്ചെങ്കിൽ മാത്രമേ മുൻപ് സാധ്യമാകുമായിരുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടി ഇവിടെ വന്ന് ഈ കൊച്ചി നഗരത്തെ ആശ്രയിച്ച് ജോലി ചെയ്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ സൗജന്യ യാത്രയാണ്. ഏറി വന്നാൽ ആ കുട്ടിക്ക് ഒരു 8000 റുപ്യ കൂടുതൽ ആ കടയിൽ നിന്ന് ശമ്പളം കൊടുക്കാനും സാധ്യതയില്ല. മിക്കവാറും ഈ കുട്ടികൾ ഈ പറഞ്ഞ പോലെ അവർക്കും അവരുടേതായ പ്രായത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണമെന്നുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ ചിലവുള്ള സംഗതികളാണ്. അപ്പോൾ അത്തരം ഇപ്പം കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തിലുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ ഈ കൊച്ചി നഗരത്തെ ആശ്രയിച്ച്, കൊച്ചി നഗരം ഒരുപാട് സാധ്യതകളുള്ള നഗരമാണ്. ഈ നഗരത്തിൽ ആശ്രയിച്ച് വന്നിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ സമ്പത്തും ഒരുപക്ഷെ അവരുടെ നാട്ടുമ്പുറത്തൊക്കെ ആയിരിക്കാം ഈ വണ്ടിക്കൂലിയിൽ നിന്ന് അല്ലെങ്കിൽ ബസ് കൂലിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന കാശ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നിർത്താൻ ഇടവരരുത് എന്ന് നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. കാര്യം സമ്പദ് വ്യവസ്ഥയും ഈ പറഞ്ഞതുപോലെ സജീവമാകേണ്ടത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഇപ്പോൾ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ബോബി ജോസ് കാട്ടിക്കാടിൻ്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് പേട്ടയിൽ ഒരു ചെറിയ ഹോട്ടലുണ്ട്. ഹോട്ടൽ എന്ന് പറയാൻ പറ്റത്തില്ല, ക്യാൻറ്റീൻ എന്ന് പറയാം. വളരെ രസകരമായി അദ്ദേഹം ഒരുക്കിയിട്ടുള്ളതാണ്. അവിടെ ആർക്ക് ചെന്നാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അവിടെ ഒരു സംഭാവന പെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പൈസ ഇടാം. 10 രൂപയാണെങ്കിൽ 10 റുപ്യ, 100 റുപ്യയാണെങ്കിൽ 100 റുപ്യ, 500 റുപ്യയാണെങ്കിൽ 500 റുപ്യ. അതുപോലെ തന്നെ കൊച്ചിയിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പം അഗസ്ത്യ സെൻറ്റർ, ഡോക്ടർ യോഗിദാസിൻ്റെ അവിടെ ഒരു ആശുപത്രിയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ഉച്ചയ്ക്കുള്ളത് ചെല്ലുന്നവർക്ക് എല്ലാവർക്കും, ഇപ്പോൾ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കാണെങ്കിലും പുറത്തു വരുന്നവർക്കാണെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം സൗജന്യമാണ്. അവിടെയും ഈ സംഭാവന പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കാശുള്ളവർ
അല്ലെങ്കിൽ ഒരു സംഭാവന കൊടുക്കണം എന്ന് തോന്നുന്നവർക്ക് സന്തോഷപൂർവ്വം അത് കൊടുക്കാനും കഴിയും. അത് ആരും അറിയുകയുമില്ല എത്രയാണ് കൊടുക്കുന്നുള്ളത്. CP ജോണിൻ്റെ പരാമർശങ്ങളെ നമ്മൾ ഒരു വഴക്കിടൽ മാനദണ്ഡം മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നമുക്ക് അവിടെയാണ് നമ്മുടെയൊക്കെ സർഗാത്മകതയുടെ സാധ്യത നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ ഈ KSRTC ബസ്സുകളിലെ സീറ്റുകളുടെ പിൻഭാഗത്തും അതേപോലെ തന്നെ സൗകര്യമുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ എന്തുകൊണ്ട് ഒരു QR കോഡ് സ്ഥാപിച്ചിട്ട് UPI പേയ്മെൻറ്റ് KSRTCയിലേക്ക് സാധ്യമാക്കിക്കൂടാ? താല്പര്യമുള്ളവർ കാശ് നൽകട്ടെ എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. വേണമെങ്കിൽ 1 രൂപയാകാം, വേണമെങ്കിൽ 1 പൈസയാകാം, അതല്ല ഇനി 100 രൂപയോ 1000 രൂപയോ, അതൊക്കെ സൗകര്യമുള്ളതുപോലെ ഓരോരുത്തർക്ക് അത് ഫണ്ടിലേക്ക് KSRTCയിലേക്ക് കൊടുക്കാനും കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ശതമാനം ആൾക്കാർ, ശേഷിയുള്ളവർ, അവർക്ക് സ്വന്തം ഒരു ആത്മാഭിമാനം തോന്നിയിട്ട് അങ്ങനെ ഒരു പേയ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ സാമ്പത്തികമായ ശേഷിയുള്ളവർ പോലും ഈ ബസ്സിൽ ഇടിച്ചു കയറുന്ന സമയത്ത് ഈ ഇടിച്ചു കയറുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ ആർത്തി കൊണ്ടാണോ ഇടിച്ചു കയറുന്ന ഒരു സംശയം ചിലപ്പോൾ ഇനി ഉണ്ടായിരിക്കും. ആ സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്കിപ്പം ആ സമയത്ത് ഒരു ഓഫീസിലേക്ക് പോകാനോ ഒരു സ്ഥലത്തേക്ക് പോകാനോ ആദ്യം വരുന്ന ബസ് പ്രിയദർശിനിയാണെങ്കിൽ സന്തോഷപൂർവ്വം കയറിയിട്ട് സ്വയം ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് തനിക്കതിന് ശേഷിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിശ്ചിത തുക നമ്മുടെ താല്പര്യമനുസരിച്ച് അല്ലെ നമ്മുടെ സന്തോഷമനുസരിച്ച് നിക്ഷേപിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് സൂക്ഷ്മവും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്നതും നമ്മളുടെ ബന്ധങ്ങളെ കൂടുതൽ സൗന്ദര്യമാക്കാൻ കഴിയുന്നതുമായ ഒട്ടേറെ വിഷയങ്ങൾ ഈ ഒരു വാചകങ്ങളിൽ, മന്ത്രിയുടെ ഈ വാചകങ്ങളിലൂടെ വാചകങ്ങൾക്കുള്ളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അത്തരത്തിലൊരു ശ്രമം കൂടി ഇന്ന് തുടങ്ങുകയാണ്. ഇനി വരും ദിവസങ്ങളിലും നമുക്കിതിൻ്റെ ഓരോരോ വശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.